എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒന്നാമത്തെ കാര്യം, ഈ ബാംഗ്ലൂരിലെ ഏതോ ഒരു അമ്പലത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് ഓഫീസിൽ നിന്നോ BJP ഓഫീസിൽ നിന്നോ ആൾ പോയതല്ലല്ലോ. ഈ പിണറായി വിജയൻ്റെ തന്നെ കേരളത്തിലെ ദേവസ്വത്തിൻ്റെ വിജിലൻസുകാരാണ് പോയിരിക്കുന്നത്. ആണോ? അപ്പോൾ ഏത് പോറ്റിയുടെയും അടിവേര് മാന്തുന്ന അന്വേഷണം ഉണ്ടാകും. ഓഹോ. 2, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇത്തരം പോറ്റിമാർ ഇനി അവിടെ വരണ്ട. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം ഉണ്ടാക്കിയത്. ആ സംഗമത്തിൽ പൊതുവായി അവിടെ ദേവസ്വം ബോർഡ് നിലപാടെടുത്തു. ഇതിൻ്റെ ഭാവി വികസനത്തിൻ്റെ രൂപരേഖ ഇതാ. ഇതിൽ സ്പോൺസർ ചെയ്യാനുള്ളൊരു നേരത്തെ ഇങ്ങോട്ട് നേരിട്ട് വരണം. എന്നിട്ട് ഇതുപോലെ ശബരിമല സന്നിധാനത്തിൻ്റെ പേരിലോ ശബരിമലയുടെ പേരിലോ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ ഹിന്ദു സംഘടനകളെന്ന വ്യാജേന നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തട്ടിപ്പും പൊളിക്കാനാണ് അവിടെ അയ്യപ്പ സംഗമം നടത്തിയത്. അതുകൊണ്ട് അയ്യപ്പ സംഗമം ശരിയായ നിലയിലാണ്. അല്ല, ഇങ്ങനത്തെ ഒരു വിഷയം അയ്യപ്പ സംഗമത്തിൽ വന്നോ? സ്വാമി, ഞാൻ പറയട്ടെ അയ്യപ്പദാസെ, നമ്മളൊരു 2 ആളുകൾ ഞങ്ങൾക്കെതിരായി ഒത്തിരി നുണ പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞത് സ്വാമിമാർ കയ്യേറാത്ത സംഗമം ശബരിമല പമ്പയിൽ അത് വിശുദ്ധമല്ല. പിന്നെ ഏത് സ്വാമി കയറിയ സംഗമം വിശുദ്ധമായത്? പന്തളത്ത് വാവൂര് സ്വാമിയെ തീവ്രവാദി എന്ന് വിളിച്ച ആ സംഗമം അത് കൊള്ളാം. അപ്പം ഇദ്ദേഹം പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു പോയോ? സന്ദീപ് വാര്യർ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. എന്നിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് ശബരിമലയിൽ നടന്ന സംഗമം പന്തളത്ത് വന്ന തീവ്രവാദി സ്വാമി വരാത്തതുകൊണ്ട് വിശുദ്ധമായില്ല. ഞങ്ങൾ ഏത് സ്വാമിയെ അവിടെ കയറ്റേണ്ടത്? സ്വാമിമാരുടെ സംഗമമല്ല വെച്ചത്, ആത്മീയ സംഗമമല്ല വെച്ചത്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ശബരിമലയെ ഭൗതികമായി ഉയർത്താൻ അവിടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വാമിമാരൊന്നും വേണ്ട, അല്ല അങ്ങനത്താളൊന്നും വേണ്ട, ഈ അയ്യപ്പന്മാരെന്നെ വന്നോ പമ്പയിൽ നിന്നുള്ളൊരു സംശയമാണ് ആ ദിവസങ്ങൾ എല്ലാവരും ചോദിച്ചത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വേദിയുടെ പടം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ അയ്യപ്പദാസിൻ്റെ കണ്ടേക്കാം. കാരണം ആ സമയത്ത് മനോരമയുടെ വിഷ്വൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നീട് 3 തിരിയുമ്പോൾ ഉള്ള വിഷ്വൽസ് വേറെ. മനസ്സിലായല്ലോ. അപ്പൊ അയ്യപ്പ സംഗമത്തെ കുറിച്ചുള്ള ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പക്ഷേ ശ്രീ അനിൽകുമാർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ആ വേദിയിൽ ഉണ്ടായിരുന്ന ആളോട് മാത്രം ഒരു കാര്യം പറയാം. ഇപ്പൊ നോക്കൂ, അന്ന് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ നിറഞ്ഞിരിക്കായിരുന്നതാണല്ലോ, അത് പച്ച കള്ളമാണെന്നേ. ആ സദസ്സിന്റെ ഏറ്റവും പിന്നിൽ നിന്ന കുറെ ആളുകളുടെ ഇടയിലുള്ള ഒരാളാണ് ഞാൻ. അന്ന് ഞങ്ങൾക്കിടയിൽ തന്നെ ഒരു സംശയം വന്നു, ഈ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പോലും സദസ്സ് മുഴുവനല്ലല്ലോ, ഇത് വാർത്ത കൊടുക്കണോ? ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട, കാരണം സർക്കാർ ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ വേദി നിറഞ്ഞില്ല എന്നുള്ള വാർത്ത കൊടുക്കണ്ട. അതന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു അവകാശവാദമേ നിങ്ങൾക്ക് ആർക്കും ഉന്നയിക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ നല്ല ഉദ്ദേശം ചെയ്തിട്ട് അത് ചെയ്യാതിരുന്നാണ് കുറ്റം. ഇവൻ ശരിയല്ല. അതെ, നിങ്ങളുടെ അക്കാര്യത്തിലുള്ള സൗജന്യത്തിന് അയ്യപ്പൻ നന്ദി പറയട്ടെ, അല്ലാണ്ട് ഞാനെന്ത് പറയാനാ? പറയട്ടെ, AI സൃഷ്ടിച്ച് വേറെ, അതിന്റെ കാരണം പറയാം. ഇനി അതുകൂടെ പറഞ്ഞേക്കാം. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആളില്ലാ കസേരയുടെ വീഡിയോ ഉണ്ടായത് എങ്ങനെയാ? അയ്യപ്പദാസ് കണ്ടോ? അത്ര ആളില്ലാ കസേര ഉണ്ടോ അവിടെ? ആളില്ലാ കസേര സർക്കാർ ഒരു കാര്യം നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ വേദിയിൽ ആളില്ല എന്നൊരു വാർത്ത കൊടുക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് കൊടുത്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതൊന്നും താങ്കൾക്ക് നല്ല ആർക്കും ഇക്കാര്യങ്ങൾ പറയാൻ പറ്റില്ലായിരുന്നു. ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാനെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ. ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്ന ആളുകൊണ്ടാണ് പറയുന്നത്. അതെ, അപ്പോ എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയെന്ന് രാത്രി മുഴുവൻ രാമായണം വായിച്ചിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക്? അയ്യപ്പ സംഗമം ആളെ കൂട്ടാനാണോ? അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? അവിടെ വന്ന ആളിന്റെ എണ്ണത്തിലല്ല അയ്യപ്പ സംഗമത്തിന്റെ ക്രെഡിറ്റ് ഇരിക്കുന്നത്. അവിടെ അവർ അവതരിപ്പിച്ച പദ്ധതി, അത് ഏറ്റെടുത്ത മനുഷ്യർ, അതിന്റെ ഭാഗമായി നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തിനാണ് അയ്യപ്പ സംഗമത്തിന്റെ വിജയം. അല്ലാതെ ആ കസേരയിൽ എത്ര പേരുണ്ട്, മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഇരുന്നോ, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. നമ്പർ 2 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അയ്യപ്പ ശാപം കിട്ടി, അതിന് സ്വർണ്ണക്കടത്ത് വരെ എത്തി. ഈ സന്ദീപ് വാര്യർ ദ്വന്ദ്വ വ്യക്തിത്വമായതുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്ന കാലത്ത് അദ്ദേഹം വേറൊരു പാർട്ടിയിലായിരുന്നല്ലോ. അന്നത്തെ നേതാവ് മോദിയാണ്. മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഫൈസൽ ഫരീദ് എന്ന് പറഞ്ഞൊരു വിദ്വാൻ ദുബായ് കോൺസുലേറ്റ് തിരുവനന്തപുരത്തുള്ളപ്പോൾ അവരുടെ മേൽവിലാസത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാൽ അതിന് കേരളത്തിലെ ആർക്കെങ്കിലും പങ്കുണ്ടാകുമെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് ഒന്ന് വിശദീകരിച്ച് നന്നായിരിക്കും. എങ്ങനെയുണ്ട്?
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ നേതാക്കന്മാരോടൊന്ന് പറഞ്ഞാൽ മതി. ഇതുവരെ ഞാൻ കോൺഗ്രസ് പോയിട്ടും നിങ്ങൾ ആ സ്വർണ്ണക്കടത്ത് അതിൻ്റെ ഫൈസൽ ഫരീദിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, സ്വർണ്ണ അയച്ചവനെ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, സ്വർണ്ണ അയച്ചവനെ മുഖ്യ കൂട്ടത്തിലുള്ള BJP നേതാവാണ് ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന സന്ദീപ് വാര്യർ. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ LDF സർക്കാർ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ പിടിച്ച് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം റിക്കവർ ചെയ്തത് പിണറായി വിജയൻ പോലീസ്. അത് പറഞ്ഞപ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞ് നിലവിളിച്ചോടിയപ്പോൾ അന്ന് സന്ദീപ് വാര്യർ ഏത് കൂട്ടത്തിലാന്ന് ഞാൻ ഓർക്കുന്നില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു. ശരി, നമ്മൾ ഈ വ്യക്തിപരമായിട്ട് പോകണോ? അതിലേക്ക് ശ്രീ സന്ദീപും ശ്രീ ശ്യാമൊക്കെ പോയാൽ നമ്മുടെ ചർച്ച ആകെ വഴിതെറ്റും. ആരോട് ഇത് വഴിതെറ്റതല്ലേ? സ്വർണം പൊട്ടിക്കൽ പിന്നെ വ്യക്തിപരം അല്ല. സ്വർണം പൊട്ടിക്കൽ വ്യക്തിപരമാണോ? സ്വർണം പൊട്ടിക്കൽ നടന്നതുപോലെ അവിടുത്തെ സ്വർണം പൊട്ടിക്കൽ എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിൽ അത് ഗുരുതരമായിട്ടൊരു ആക്ഷേപമാണ്. സ്വർണം പൊട്ടിക്കൽ നടന്നിട്ടുണ്ടല്ലോ കരിപ്പൂര്. അപ്പൊ അയ്യപ്പദാസ് ഒന്ന് ആലോചിക്കുക. നമ്മൾ ഒരു ചർച്ച പണ്ടുണ്ടായിരുന്നു. അന്ന് അയ്യപ്പദാസ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഉത്തരം പറയണം. പ്രസാദിയ എന്ന് പറയുന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായിയച്ഛൻ ആയിട്ട് ബന്ധമുണ്ടോ? ബന്ധമില്ല. രണ്ടുത്തരം പറയാവൂ. ഒരു ദിവസം എന്നെ ഈ മൂലക്കിരുത്തി ചോദിച്ചു. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അവിടെ മുഖ്യമന്ത്രിയുടെ മരുമകന്റെ അമ്മായിയച്ഛന് പ്രസാദിയെ ബന്ധമുണ്ടോ? ഇപ്പൊ താങ്കൾ ഉത്തരം പറഞ്ഞു. താങ്കൾ ഉത്തരം പറഞ്ഞില്ലായിരുന്നു. അതാണ് പ്രശ്നം. താങ്കൾ എന്നെ ഈ ചോദ്യത്തിന് ഉത്തരമേ പറഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് PSC ചോദ്യത്തിലേക്ക് പോകേണ്ടി വന്നത്. സ്വാഭാവികം. ഞങ്ങളെ അപമാനിച്ചിട്ടൊരു ജനാധിപത്യം. ആളുകളെ ഓർപ്പിക്കുന്നതിനാണ്. ഞാൻ താങ്കളെ എവിടെയാണ് അപമാനിച്ചത്? എവിടെയാണ് അപമാനിച്ചത്? ചോദ്യങ്ങളാണ്. ചോദ്യം എങ്ങനെ അപമാനിക്കലാവുന്നത്? താങ്കൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ പോയതാണെന്ന് സംഭവിച്ചത് ശ്രീ അനിൽകുമാർ. താങ്കൾ എന്തിനാണ് വീണ്ടും ആ ട്രാപ്പിലേക്ക് വീണ്ടും വന്ന് കയറുന്നത്? എന്തിനാണ് ശ്രീ സന്ദീപ്? ശ്രീ അനിൽകുമാർ ഇവിടെ ഈ ചർച്ചയുടെ സമയം പരമാവധി വെട്ടിക്കുറയ്ക്കാനും CPM-നെതിരെ വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സമൂഹത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, ഇതൊന്നൊക്കെ വഴിമാറ്റാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ബോധപൂർവമായ പരിശ്രമമാണ്. ആദ്യം അദ്ദേഹം എന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? പന്തളത്തെ തീവ്രവാദി സ്വാമി പ്രസംഗിച്ച അയ്യപ്പ സംഗമത്തെ കുറിച്ച് കോൺഗ്രസ്സുകാരനായ സന്ദീപ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ തീവ്രവാദി സ്വാമി ഇപ്പൊ കേരളത്തിൽ ഏത് ജയിലിലാണ് ഉള്ളത്? പിണറായി വിജയന്റെ പോലീസ് പിടിച്ച് അകത്തിട്ടിട്ടുണ്ടോ? എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നടപടികളിലേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് അയാൾ ജയിലിലാക്കാത്തത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങളുടെ പരിപാടിയിൽ യഥാർത്ഥ സ്വാമിമാർ, അയ്യപ്പൻ വിശ്വസിക്കുന്ന മാലയെടുത്ത കറുപ്പിട്ട സ്വാമിമാരാരെങ്കിലും ആരും വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു സ്വാമിയുടെ കത്ത് വായിച്ചു. ഏത് സ്വാമിയുടെ കത്താ വായിച്ചത്? ഇപ്പൊ CPM-ന്റെ ഗുരു ആരാണ്? അത് യോഗി ആദിത്യനാഥാണ്. നാണമുണ്ടോ CPM-മാരാ? നാണമുണ്ടോ CPM-മാർക്ക്? ഈ നിങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ആശംസാ പ്രസംഗം വായിച്ചിട്ട് അതിന്റെ പേരിൽ മേനി നടിച്ചുകൊണ്ട് നടക്കുക. മൂപ്പര് അവിടുന്ന് ആശംസാ സന്ദേശം അയക്കണമെങ്കിൽ ഇവര് നാണമില്ലാതെ ക്ഷണിച്ചതുകൊണ്ടായിരിക്കുമല്ലോ, അദ്ദേഹത്തെ ക്ഷണിച്ചതുകൊണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് അതൊരു ഉളുപ്പുമില്ലാതെ വായിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് സന്ദീപ് വാര്യർ പണ്ട് BJP ആയിരുന്നു എന്ന് പറയുക. യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചുകൊണ്ടെന്ന് വേദിക്ക് കയറ്റാൻ പോയ ആളുകളാ ഇവര്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് എന്റെ നേർക്ക് ആരോപണം ഉന്നയിക്കുന്നത് ഇത് പിടിക്കപ്പെട്ടു, കളവ് പിടിക്കപ്പെട്ടു, കയ്യോടുകൂടി പിടിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? ഇത് ആരാ അന്വേഷിക്കുന്നത്? പിണറായി വിജയന്റെ വിജിലൻസ് അല്ലെന്ന്. ആര് പറഞ്ഞിട്ടാ അന്വേഷിക്കുന്നത്? പിണറായി പറഞ്ഞിട്ട്, ഹൈക്കോടതി പറഞ്ഞിട്ടാണ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടാ. പിണറായിയുടെ ഔദാര്യമൊന്നുമല്ല, ഇത് അന്വേഷിക്കണ്ടേ? എന്റെ പൂർവ്വ രാഷ്ട്രീയ ബന്ധം പറയുമ്പോ നവോത്ഥാന സമിതിയുടെ ജോയിന്റ് കൺവീനർ ആരായിരുന്നു? ആ ജോയിന്റ് കൺവീനർ അന്നത്തെ ശബരിമല സമരം തുടങ്ങിയ സമയത്ത് പത്രക്കാരെ അവിടുന്ന് ആട്ടി ഓടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നല്ലേ പത്രക്കാരെ അടക്കം ആക്രമിച്ച കേസിൽ ഉണ്ടായിരുന്ന CP സൂദൻ എവിടെ ഉണ്ടായിരുന്നത്? ജോയിന്റ് കൺവീനർ ആയിരുന്നു നവോത്ഥാന സമിതിയുടെ. എന്നിട്ട് ആ CP സൂദൻ പിന്നീട് എന്താ പറഞ്ഞത്? പിണറായി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഹിന്ദുത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നവോത്ഥാന സമിതി പോയതെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ആ പിണറായിയെ CP സൂദൻ ഈ ഹിന്ദുത്വം പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇപ്പൊ CP സൂദനാണ് ഇവർക്ക് ഹിന്ദുത്വത്തിന്റെ ക്ലാസ് വെക്കുന്നത്. അതുകൊണ്ട് CP സൂദന്റെ ക്ലാസ് എടുത്ത് ഹിന്ദുത്വം പഠിച്ച് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അയ്യപ്പ സംഘം നടത്തിയിട്ടുള്ള അനിൽകുമാറിന്റെ പാർട്ടി സന്ദീപ് വാര്യരുടെ പൂർവ്വ ആശ്രമം ഒന്നും പരിശോധിക്കേണ്ട. ഞാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ് ആണ്. നിങ്ങൾ തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന്. മനസ്സിലായല്ലോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് അതുകൊണ്ട് ഇനിയും ചർച്ചയിലേക്ക് അത് വലിച്ചുകൊണ്ട് വരണ്ട. എനിക്ക് അനിൽകുമാറിനോട് ഒരു കാര്യം പറയുള്ളൂ. അയ്യപ്പന്റെ കട്ട മുതൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? എന്നിട്ട് വർത്താനം പറയണം. ഇവിടെ ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു.
കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രഹത്തേക്ക് നോക്കിയതുപോലെയാണ്. സാധനം പൂന്ന് ഉറപ്പായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കുന്നതിൽ ശ്രദ്ധക്കുറവ് പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. ശ്രീ അനിൽകുമാർ എന്തോ മേന്മയായിട്ടാണ് പറഞ്ഞത്. വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, വിജിലൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, BJP ഓഫീസിൽ നിന്നല്ലോ പോയേക്കുന്നത്. ഇവരുടെ പറച്ചിലേട്ടാ തോന്നും ഈ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി എടുത്തുണ്ടോ ഇത് ഞങ്ങളാണെന്ന്. എന്റെ പൊന്ന അനിൽകുമാർ സാറേ, ഈ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി അടക്കമുള്ള സ്വർണം കട്ടവരാണ് നിങ്ങള്. ആ കട്ടവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംരക്ഷിക്കുന്ന ആളുകളാണ് നിങ്ങൾ. എന്താ ഉറക്കം വരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കളവ് നിങ്ങൾ തന്നെ പിടിച്ചിട്ട് രക്ഷയില്ലാതായപ്പം, അതും ഹൈക്കോടതി പറഞ്ഞപ്പോ, വേറെ നിങ്ങളുടെ ഇത് കഴിവ് കൊണ്ടോ നിങ്ങളുടെ മഹത്തായ മനസ്സുകൊണ്ടൊന്നുമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അന്വേഷണം നടത്തേണ്ടി വന്നു. ഇതൊരു നടത്തു പോണ മാതിരില്ല. അതിന് ഇത്ര വലിയ മേനി നടിക്കാറൊന്നുമില്ല കേട്ടോ. കട്ട മുതൽ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തയ്യാറാവാദ്യം. അതുകൊണ്ട് ബാക്കി വർത്താനങ്ങൾ പറഞ്ഞാൽ മതി. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.